Topic. First aid. First aid is an immediate treatment given to a victim of an accident or sudden illness before the medical attention is obtained. The first aid എന്ന് പറഞ്ഞാൽ ഇത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നതാണ്. എന്തിന്? ബിഫോർ എന്താണ് മെഡിക്കൽ അറ്റൻഷൻ ഈസ് ഒബ്റ്റൈൻ. മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമാകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ്, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അത് ആക്സിഡന്റ് ആവാം, സഡൻ ഇൽനെസ് ആവാം. ആക്സിഡന്റ്, സഡൻ ഇൽനെസ് അല്ലേ. First aid is the first and immediate assistance given to any person suffering from either a minor or serious illness or injury, with the care providing to the preserve life, prevent the condition from worsening or to promote recovery. ഇതെന്തിനാണ് ചെയ്യുന്നത്? ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത് പ്രിസർവ് ലൈഫ്, പ്രിവെന്റ് ദ കണ്ടീഷൻ ഫ്രം വേഴ്സണിങ് ഓർ ടു പ്രൊമോട്ട് റിക്കവറി. ജീവൻ രക്ഷിക്കാനും പിന്നെ കണ്ടീഷൻ മോശമാകാതിരിക്കാനും പിന്നെ പ്രൊമോട്ട് റിക്കവറി, അസുഖത്തിൽ നിന്ന് പെട്ടെന്ന് റിക്കവറി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് നൽകുന്നത് അല്ലേ. The immediate assistance given to any person suffering from either a minor or serious illness, ഏത് മൈനർ ആയിട്ട് സീരിയസ് ഇൽനെസ് ആയിട്ട്, ഓർ ഇഞ്ചറി, with the care provided to preserve life, ജീവൻ രക്ഷിക്കാനും prevent the condition from worsening or to promote recovery. Okay, first aid. Aim of the first aid, preserve life, നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എയർവേ ഓപ്പണിംഗ് ആണ്. എയർവേ ഓപ്പണിംഗ്, ബ്രീത്തിങ് കണ്ടിന്യൂറ്റി, പ്രിവെന്റ് കോംപ്ലിക്കേഷൻ, സ്റ്റോപ്പ് ബ്ലീഡിങ്, ട്രീറ്റ് അറ്റാക്ക് ആൻഡ് സ്ട്രോക്ക്, ട്രീറ്റ് അതർ ഇഞ്ചുറീസ്, പ്രൊമോട്ട് റിക്കവറി, പെയിൻ റിലീവിങ്, റിയഷർ ചെയ്യുക, ഹാൻഡിൽ വിത്ത് കെയർ. ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. The aim of the first aid, preserve life, prevent complications, promote recovery ആണ് കേട്ടോ. The principles of first aid. Principles of first aid, don't get panic. ഒരു രോഗിയെ എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വല്ല അസുഖം ഉണ്ടെങ്കിൽ അയാൾ ഒരിക്കലും പാനിക് ആക്കരുത്. അപ്പോൾ അയാളെ റിലാക്സ് ചെയ്യുക. പറഞ്ഞിട്ട് നമ്മൾ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നമ്മളൊരിക്കലും ഹറിബറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് തോന്നരുത് അയാൾക്ക്. അയാൾ പാനിക് ആക്കരുത്. നമ്മൾ പാമ്പ് കടിച്ചാൽ അതുപോലെ എന്തെങ്കിലും അസുഖം വന്നാലും അയാളെ ടെൻഷനാക്കി ഒരിക്കലും ആക്കരുത്. അയാൾ പാനിക് ആക്കാതെ രൂപത്തിൽ ഡോണ്ട് ഹാം. നമ്മൾ സ്പീഡ് ചെയ്തിട്ട് അയാളെ എന്തെങ്കിലും വേറെ പരിക്ക് എക്സ്ട്രാ ഉണ്ടാകരുത്. അതുപോലെ തന്നെ നമ്മൾ പൊട്ടിക്കഴിഞ്ഞാലൊന്നും തൂക്കിയെടുക്കരുത്. ഒരാളെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തൂക്കിയെടുത്താൽ ചിലപ്പോൾ അയാളെ വെർട്ടബ്ര, അതായത് സ്പൈനൽ കോഡിൻ്റെ വല്ലതിൽ ചെറിയ പൊട്ടിനെ നമ്മൾ തൂക്കിയെടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അയാളെ വളരെ വളരെ നല്ല ആ സ്ട്രക്ചറിലേക്ക് ഉരുട്ടിയിട്ടൊക്കെ അവൻ്റെ നീക്കി ഒക്കെ എടുക്കണം. പെട്ടെന്ന് ഹറിവറിയായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അത് ചിലപ്പോൾ നമ്മൾ ഗുണത്തേക്കാളൊരു ദോഷം ചെയ്യുന്നൊരു വർക്കായിട്ട് വരും. ചെക്ക് ബ്രീത്തിങ്, അയാളുടെ ബ്രീത്തിങ്ങിൻ്റെ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പ്രിൻസിപ്പൾസ് ആണ്. ഫസ്റ്റ് പ്രിൻസിപ്പൾസ് ബ്രീത്തിങ് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഗീവ് CPR, കാർഡിയാക് പൾമറി റെസിസ്റ്റേഷൻ അല്ലേ. അപ്പം ബ്രീത്തിങ് ഒക്കെ ചെക്ക് ചെയ്യണം, CPR കൊടുക്കണം. പിന്നെ ആക്ട് ക്വിക്കലി, പെട്ടെന്ന്, അതായത് വളരെ സ്ലോ ആകാൻ പാടില്ല, ക്വിക്കായിട്ട് ചെയ്യണം. സ്റ്റോപ്പ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്തണം. അത് കറക്റ്റ് നമ്മൾ പ്രഷർ മുറിയിലേക്ക് പ്രഷർ കൈകൊണ്ടോ പ്രഷർ കൊടുത്ത് നിർത്തലാണ് ബെസ്റ്റ്. സ്റ്റോപ്പ് ബ്ലീഡിങ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ്. ഗെറ്റ് മെഡിക്കൽ അറ്റൻഷൻ ഫസ്റ്റ്. ഫാസ്റ്റ്, പെട്ടെന്ന് മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ തയ്യാറാണ്. പ്രിൻസിപ്പൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ്. റൈസ് മെത്തേഡ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലിവേഷൻ. റെസ്റ്റ്. First aider should provide complete rest to the injured area for avoiding further complications. He should not jerk or shake the injured area, which may lead to pain and complications. The injured area can be immobilized by covering the area with a bandage or clean cloths. Splints can be used for immobilization. ഇത് ഫസ്റ്റ് കൊടുക്കുന്നത് ഒരാൾക്ക് ഇഞ്ചേർഡായ ഒരു ആളുകൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കാൻ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് റെസ്റ്റ്. ഫസ്റ്റ് എയ്ഡ് ഷുഡ് പ്രൊവൈഡ് കംപ്ലീറ്റ് റെസ്റ്റ് ടു ഇഞ്ചേർഡ് ഏരിയ. നമ്മുടെ ഇഞ്ചേർഡ് ഏരിയയിൽ ആ ഭാഗത്ത് നല്ല റെസ്റ്റ് കൊടുക്കാൻ, അവോയ്ഡ് ഫർദർ കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നല്ല റെസ്റ്റ് കൊടുക്കുക. ഷുഡ് നോട്ട് ജർക്ക് ഓർ ഷേക്ക് ദ ഇഞ്ചേർഡ് ഏരിയ വിച്ച് മേ ലീഡ് ടു പെയിൻ ആൻഡ് കോംപ്ലിക്കേഷൻസ്. അയാളെ ഇളക്കാനോ അത്തരത്തിലുള്ള രൂപത്തിൽ ഇളക്കിയിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യരുത്.
വേറെ പെയിനുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഭാഗം ഫുള്ളായിട്ട് റെസ്റ്റ് കൊടുക്കുക. The splint can be splint can be used for immobilization. Splint പറഞ്ഞാൽ നമ്മളൊരു വടി അതുപോലത്തെ എന്തായാലും നമ്മളൊരു കാലൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റി അത് ഇളകാതിരിക്കാൻ വടി പോലത്തെ സാധനം വെച്ച് കെട്ടുന്നതാണ് സ്പ്ലിന്റ് എന്ന് പറയാം കേട്ടോ. Ice application. Ice can be applied or cold water can be poured on the injured area of strain, dislocation, fracture, subluxation, etc. Ice can be applied or cold water can be poured on the injured area of strain. ഉളുക്ക് സ്ട്രെയിൻ പറഞ്ഞാൽ മസിൽ വലിവുകളൊക്കെ ഡിസ്ലൊക്കേഷൻ, ഇതിന് ഓരോ ജോയിൻറ്റിന് വല്ല ജോയിൻറ്റിന് ഡിസ്ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഫ്രാക്ചർ, പൊട്ട്, സബ്ലക്സേഷനും ഡിസ്ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. സബ്ലക്സേഷൻ, dislocation. This will helpful to reduce the blood circulation. They will helpful to reduce blood circulation. കുറക്കാൻ സാധിക്കും ഐസ് അപ്ലൈ ചെയ്യുമ്പം. അപ്പം സ്വെല്ലിങ്, റെഡ്യൂസ് സ്വെല്ലിങ് ആൻഡ് പ്രൊമോട്ട് സ്പീഡി റിക്കവറി. ഇപ്പോൾ സ്വെല്ലിങ് അതായത് നീർക്കെട്ടുണ്ടാവില്ല, ഇപ്പം പെട്ടെന്ന് അസുഖം മാറാൻ സാധിക്കും. എന്തെങ്കിലും നമ്മളെ മുറിവില്ലാത്ത ഏത് പരിക്കുകൾക്കും എന്ത് ചെയ്യുക, ഐസ് അപ്ലൈ ചെയ്യണം. ഐസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവില്ല, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വെല്ലിങ് ഉണ്ടാവില്ല കേട്ടോ. The compression. Bleeding can be stopped by pressing and covering the wound. Open wound should be closed immediately by pressing or covering the area for saving the life of the victim. ഇപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ കംപ്രഷൻ മെത്തേഡാണ് അത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ മുറിഭാഗത്ത് കൈകൊണ്ട് അമർത്തി പിടിക്കുക. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വല്ല നല്ല കോട്ടൺ തുണി ഉണ്ടെങ്കിൽ കോട്ടൺ തുണിയൊക്കെ വെച്ച് അമർത്തി പിടിച്ച് അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നവരെ അമർത്തി പിടിക്കണം. അത് ആ അമർത്തി പിടിച്ചിട്ടായിരിക്കണം അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. Elevation. The injured area should be kept elevated above the chest level so that the blood circulation to injured area can be minimized. അത് എലിവേഷൻ ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മളൊരു കൈയിനാണെങ്കിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർട്ടിൻ്റെ മേലോട്ട് കൈ പിടിക്കുക. അപ്പം കാലിലാണെങ്കിൽ ആൾക്ക് എടുത്തിട്ട് കാല് മേലോട്ട് ഉയർത്തി പിടിക്കുക. അത് പരമാവധി ഹാർട്ടിൻ്റെ മേലോട്ട്, അതായത് ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ആ ബ്ലഡ് ഉയർത്തി പിടിച്ചാൽ ആ ഭാഗത്തേക്ക് ബ്ലഡ് എത്താൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ബ്ലഡ് നഷ്ടപ്പെടാതിരിക്കാനാണ് ആ രൂപത്തിൽ. അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ താഴത്ത് കിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലഡ് എത്തും. അങ്ങനെ ബ്ലഡ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെ ഇഞ്ചേർഡ് പാർട്സ് എന്ത് ചെയ്യുക, എബോവ് ചെസ്റ്റ് ലെവലിലേക്ക് ഉയർത്തിപ്പിടിക്കണം കേട്ടോ. The ABC of first aid. The acronym AB stands for airway, breathing, circulation. എയർവേ, ഇപ്പോൾ എന്തെങ്കിലും തൊണ്ടയിലെ എയർവേയിൽ എന്തെങ്കിലും ശ്വാസം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തിട്ട് ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ ഞങ്ങളിപ്പം പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വാട്സപ്പിലൊക്കെ വരുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ കൈ തിരിച്ച് പിടിച്ചിട്ട് കുട്ടികളെ ബാക്കിൽ തട്ടല്ലേ, എയർ ബ്ലോക്ക് ഒഴിവാക്കാൻ. വലിയ ആളുകൾക്കാണെങ്കിൽ ബാക്കിലൂടെ കൈ പിടിച്ച് അമർത്തി പിടിച്ച് ചെസ്റ്റിൻ്റെ എടുത്തിട്ട് അയാൾ ഉയർത്തിയിട്ട് ഇങ്ങനെ വയറിൻ്റെ കുറച്ച് മേലായിട്ട് അമർത്തി വലിച്ച് ആക്കുക. ആക്കുമ്പോൾ എന്തുണ്ടാവും, എയർവേസ് ബ്ലോക്കുകളൊക്കെ ബ്രീത്തിങ് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തുനിന്ന് എക്സ്റ്റേണൽ ഓക്സിജൻ കൊടുത്തിട്ട് അയാളെ വായിട്ട് മൗത്ത് ടു മൗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ബ്രീത്തിങ് കൊടുക്കുക. സർക്കുലേഷൻ ക്ലിയർ ആകാനുള്ള ഒരു ഫ്രീഡം കാര്യങ്ങൾ കൊടുത്ത് ക്ലിയർ ആക്കുക കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ഫോർ ബേൺസ്. ഫസ്റ്റ് വൺ ഇപ്പോൾ വാട്ടർ ആൻഡ് ക്ലീൻ ദ ബേൺ ഏരിയ. അവിടെ ഭാഗത്ത് ബേണിങ് ഉള്ള ഏരിയയിൽ എന്ത് ചെയ്യുക, ക്ലീൻ ആക്കുക. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കീപ് ബേണിങ് ഏരിയ എബോവ് ഹാർട്ട് ലെവൽ. അപ്പം കയ്യിലോ കാലിലാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എബോവ് ഹാർട്ട് ലെവലിൻ്റെ മേലോട്ട് പിടിക്കുക. അപ്പോൾ ബ്ലഡ് നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ തന്നെ പെയിനൊക്കെ കുറേ റിലീഫ് കിട്ടും. ഇൻവേഴ്സ് ദ ബേൺ ബോഡി പാർട്ട്, ആ ഭാഗം ഇളക്കാതിരിക്കുക. ഡ്രൈ ദ പാർട്ട് ആൻഡ് അപ്ലൈ ആൻറ്റിസെപ്റ്റിക് ക്രീം യൂസ് ചെയ്യുക. ടേക്ക് വിക്ടിം ടു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. Types of burns. First degree burns affect only the outer layer of the skin. They cause pain, redness and swelling.
ഫസ്റ്റ് ഡിഗ്രി ബേൺ എന്ന് പറഞ്ഞാൽ പുറത്ത് മാത്രം ഉണ്ടാകുന്ന പൊള്ളലാണ്, ബേണിംഗ് ആണ്. സ്കിന്നിലേക്ക് പെയിന്, റെഡ്നെസ് ആൻഡ് സ്വെല്ലിംഗ് ഉണ്ടാവും. പെയിൻ ഉണ്ടാവും, ചുവപ്പ് കളർ ഉണ്ടാവും, സ്വെല്ലിംഗ് അതിൻ്റെ നീർക്കെട്ടുണ്ടാവും. സെക്കൻഡ് ഡിഗ്രി ബേൺസ്. സെക്കൻഡ് ഡിഗ്രി ബേൺസ് എഫക്ട് ബോത്ത് ദ ഔട്ടർ ആൻഡ് അണ്ടർലൈൻ ലെയർ ഓഫ് സ്കിന്നിൻ്റെ രണ്ട് ലെയർ, ഉള്ളിലത്തെ ലെയറിലും വരെയുണ്ടാവും. ദേ കോസ് പെയിന്, റെഡ്നെസ്, സ്വെല്ലിംഗ് ആൻഡ് ബ്ലിസ്റ്ററിങ്. ബ്ലിസ്റ്ററിങ് മീൻസ് നമ്മൾ ചൂടുകൊണ്ടുള്ള ഈ പൊള്ളിച്ചു വരില്ലേ, നമ്മൾ ചൂട് ബ്ലിസ്റ്ററിങ് അതുണ്ടാവും. ബട്ട് ഫസ്റ്റ് ഡിഗ്രി ബേണിൽ അതൊന്നും ഉണ്ടാവില്ല. ദേ ആർ ആൾസോ കാൾഡ് പാർഷ്യൽ തിക്നെസ് ബേൺസ്. ഫസ്റ്റ് എയ്ഡ് ഫോർ പോയിസണിങ്. ചെക്ക് എ ബി സി ഓഫ് എമർജൻസി. നേരത്തെ എ ബി സി നമുക്ക് നേരത്തെ പറഞ്ഞാണ്, അത് എ ബി സി ഉണ്ടെങ്കിൽ നോക്കുക. ഗീവ് സി പി ആർ ഇഫ് നീഡ്. സി പി ആർ കൊടുക്കാൻ നോക്കുക. ഗീവ് ടോട്ടൽ റെസ്റ്റ്, നല്ല റെസ്റ്റ് കൊടുക്കുക. ഇഫ് വിക്ടം ഈസ് വോമിറ്റിംഗ്, അസിസ്റ്റ് വോമിറ്റിംഗ്. ഇപ്പോൾ പോയിസണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും ഈ വിക്ടമിന്. അപ്പം അതിനുള്ള വൊമിറ്റ് ചെയ്യാൻ ടേക്ക് വിക്ടം ടു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്തിക്കുക. ഫസ്റ്റ് എയ്ഡ് ഫോർ വൂണ്ട് ആൻഡ് ബ്ലീഡിങ്. മുറികളുണ്ടെങ്കിൽ, ബ്ലീഡിങ് ഒക്കെ മുറികളുണ്ടെങ്കിലൊക്കെ ക്ലീൻ ദ ഏരിയ വിത്ത് പ്യുവർ വാട്ടർ. വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത്. സ്റ്റോപ്പ് ബ്ലീഡിങ് ബൈ പ്രസ്സിങ് ആൻഡ് കവറിങ് ദ ഏരിയ. ബ്ലീഡിങ് എന്ത് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് എന്നിട്ട് കവർ ചെയ്യുക ആ ഏരിയ. ഇമ്മൊബിലൈസ് ഇഞ്ചുറി ഏരിയ, ഇളക്കാതിരിക്കുക. കീപ് ദ ഇഞ്ചുറി ഏരിയ അബോവ് ഹാർട്ട് ലെവലിൽ വെക്കുക. ടേക്ക് വിക്ടം ടു ദ ഹോസ്പിറ്റൽ. ഓക്കെ, ലെറ്റ് us ഫൈൻഡ് ഔട്ട് അതിൻ്റെ പേര് അല്ലേ. ഓക്കെ, താങ്ക് യു.